ഞാനല്ലേ ശരത്തെ, ബാധയാ. നീ സൂക്ഷിച്ചോ. ഒന്നല്ല, രണ്ടാ ബാധകള്. ലക്ഷ്യം ഒറ്റയാളാ, ശരത്ത്. കൊത്തിക്കും ഞാൻ. എന്നാ അച്ഛൻ പോയിട്ട് വരാൻ മോളെ. രാത്രി എത്ര വൈകിയാലും ഞാൻ തിരിച്ചു വരും കേട്ടോ. നിങ്ങളെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോവാൻ എനിക്ക് പേടിയുണ്ട്. അതെന്താടാ, ഇവരെ ആരെങ്കിലും പിടിച്ചു തിന്നുവോ? എന്റെ നിത്യമോളെ കൊന്നില്ലേ, അതുപോലെ ഇനിയും നടന്നാലോ? എന്റെ നോട്ടക്കുറവുണ്ട് ഒരത്യാഹിതം ഇനി ഈ വീട്ടിലുണ്ടാകാൻ പാടില്ല. ഞാൻ സമ്മതിക്കത്തില്ല. അച്ഛൻ പേടിക്കണ്ട, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഉണ്ടാവാതെ നോക്കാൻ എനിക്കറിയാം. പിന്നെ ഞാനില്ല അച്ഛാ, ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്തിനാ പേടിക്കുന്നത്? നീ ഇവിടെ ഉള്ളത് എനിക്ക് പേടി. അത് നീ അവനെ ഒന്ന് താങ്ങിയതാണോ മനോഹര? അങ്ങനെ തോന്നി. പാവം ശരത്തുമോൻ, അവൻ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒന്നും നീ കാണുന്നില്ലേ മനോഹര? അതൊന്നും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല മുത്തശ്ശി. ഞാൻ നന്ദിയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. തിരിച്ചെന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷയല്ല ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. സംസാര സന്യാസിയെ പോലെ, പ്രവൃത്തിയോ? എന്റെ പ്രവൃത്തിക്ക് എന്താ കുഴപ്പം? വാക്കും പ്രവൃത്തി എന്റെ കാര്യത്തിൽ ഒരുപോലെയാ. പിന്നെ അമ്മ അന്വേഷിച്ച് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു റാക്കറ്റാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇനി അവരാണെങ്കിലേ അവര് നമ്മളെ നോട്ടു. സ്ത്രീകളെ തട്ടിക്കൊണ്ടുവന്ന റാക്കറ്റ് ഉണ്ടെങ്കിലേ ആ വിവരം പുറത്തു വരണ്ടേ ശരത്തെ? അതിനാ അച്ഛൻ ഇറങ്ങുന്ന. അച്ഛൻ തനിച്ചാ പോകുന്നെന്നൊന്നും ഒരുത്തനും വിചാരിക്കണ്ട. അച്ഛന്റെ പ്രൊട്ടക്ഷന് പുറകിൽ ആളുണ്ടാവും. ആരെങ്കിലും അച്ഛനെ എന്തെങ്കിലും ചെയ്ത അവന്റെ വിധി അതോടെ തീരുമാനാവും. ഒന്നും കാണാതെ ഇനി ഒന്നിനും ഇറങ്ങി തിരിക്കത്തില്ലല്ലോ ശരത്തെ. ഇനിയുള്ള കളി മുഴുവൻ ജയിക്കാൻ വേണ്ടി മാത്രമുള്ള കളിയാ. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? വെറുതെ ഒരു രസം. എന്നാ അച്ഛൻ ഇറങ്ങിക്കോ, ഇനി സമയം കളയണ്ട. ശരി. ചേച്ചി, ഞാൻ ഇറങ്ങുവാണേ. നീയും പോകുന്നുണ്ടോ? അവൾക്ക് പുറത്തെവിടെയോ പോണമെന്ന്. ഓ അങ്ങനെ. ചേച്ചി പോയിട്ട് വരാം. അപ്പൊ യാത്ര പറഞ്ഞു വിട്ടു. അത് തിരിച്ചു വരാൻ വേണ്ടി തന്നെയാടാ. തിരിച്ചു വരുമോ? നമുക്ക് നോക്കാം. ഇവിടെയാണ് അമ്മ താമസിക്കാൻ പോകുന്നത്. ഇത് ആരുടെ വീടാ മോനെ? ഞാൻ വാടകയ്ക്കെടുത്ത വീടാമ്മ. എനിക്കറിയായിരുന്നു എന്തെങ്കിലും ഒരിക്കൽ അമ്മയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന്. അപ്പോൾ വഴിയിൽ കിടക്കാൻ പറ്റില്ലല്ലോ. അതിനുവേണ്ടി മുൻകൂട്ടി എടുത്തിട്ടിരുന്ന വീടായത്. ഞാൻ നിനക്കൊരു ബുദ്ധിമുട്ടായല്ലേ? എന്താ അമ്മ അങ്ങനെ പറയുന്നത്?
അമ്മ എനിക്കെങ്ങനെയാ ബുദ്ധിമുട്ടാവുന്നത്? സത്യത്തിൽ അമ്മ ആഗ്രഹിച്ച പോലൊരു ജീവിതം തരാൻ കഴിയാത്തതിൻ്റെ ബുദ്ധിമുട്ടിലാണ് ഞാൻ. കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അമ്മ എന്നെ ഒരു ഡോക്ടറാക്കി. പക്ഷേ വയസ്സാം കാലത്ത് അമ്മയോടൊപ്പം അമ്മയുടെ മകനായിട്ട് നിൽക്കാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ.